ഡോക്ടറെ ഓ ദേ വന്നേക്കണ്. എന്താണ്? കൊല്ലത്ത് ESIയിലോട്ട് എന്നെ വിളിച്ചേക്കണ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നന്നായി, നിങ്ങൾക്ക് അതന്നെ വേണം. പോണ്ടോ? പിന്നെ ഞാനെങ്ങനെ പോകും? എന്റെ പേഷ്യൻസ് എന്ത് ചെയ്യും? അപ്പൊ പിന്നെ അവിടെയുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? അവിടുത്തെ പേഷ്യൻസ് എന്ത് ചെയ്യുന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? അത് അവിടുത്തെ ഡോക്ടേഴ്സ് തീരുമാനിക്കണം. അല്ലെങ്കിൽ എല്ലാ ഗൈനക്കോളജിസ്റ്റിനും ഉള്ളതാ 9 മാസം വരെ നോക്കും. എന്നിട്ട് ആ പ്രസവത്തിന്റെ സമയമാകുമ്പോഴത്തേനും ലീവ് എടുത്ത് മുങ്ങിക്കളയും. അപ്പൊ ഇവർക്ക് അവിടെ പോയി ഇവരെന്താ ഹയർ സ്റ്റഡീസിന് പോയി എന്താ പറയുന്നുണ്ട്? സത്യത്തിലുണ്ടോ ഡോക്ടറെ? നമ്മുടെ ഡോക്ടർമാര് നിങ്ങളെ കണ്ട് മാതൃകയാക്കണം. അതൊന്നും വേണ്ട ഡോക്ടറെ, നമ്മൾ ഇതേ ശീലിച്ചിട്ടുള്ളൂ. നമ്മളും പെണ്ണുങ്ങളല്ലേ, നമ്മളും പ്രസവിക്കുന്നതല്ലേ. നമ്മളല്ല, നിങ്ങള്. ഞാൻ ഒരു മിനിറ്റ്. ഹലോ, എന്നാടി? യുഎസിലോട്ടോ? 2 മാസത്തേക്ക്? ഉണ്ട്, ഞങ്ങളുണ്ടാവും. ലീവൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം. ശരി, വിസയൊക്കെ റെഡി അല്ലേ? ഓക്കെ. എന്റെ അമ്മേ, എവിടെ പോണ്? യുഎസിന് പോണി ഞങ്ങള്. നിങ്ങൾ യു എസ് പോവേ? 2 മാസത്തേക്ക്. 2 മാസം യു എസ് പോവേ? അപ്പൊ പിന്നെ ഇവിടെ രോഗികള്? അത് ഞാൻ പോണതിന് മുമ്പ് സിസേറിയൻ ചെയ്തിട്ട് പോകും. അപ്പൊ ഞാനെന്താ നേരത്തെ പറഞ്ഞത്? നിങ്ങളെ പോലെ ഡോക്ടർമാരെ കണ്ടിട്ട് വേണം മാതൃകയാക്കാന്ന് പറഞ്ഞത്. അയ്യോ, പിൻവലിച്ചു. അത് ഡോക്ടറെ, ഞാൻ എന്റെ എത്ര നാളുകൊണ്ടുള്ള ആഗ്രഹം എന്നറിയാമോ, കുടുംബമായിട്ടൊന്ന് യുഎസിനൊക്കെ പോണെന്ന്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ? ശരി. എന്റെ അമ്മേ, ആള് വരുന്നു. നിനക്കുള്ള ടീമാണ്. എന്താ? എന്താണ്? സുഖല്ലേ? സുഖമാണ്. എന്താ മോദൽ വാട്ടമുണ്ടല്ലോ? ജോലി. അപ്പൊ എങ്ങനെയുണ്ട്? കുറവില്ല സാർ, ഇപ്പൊ അത് കൂടി. അത് കൂടും. വേദന കുറവില്ലേന്ന്? വേദന കുറവില്ലേന്ന്? വേദനക്ക് കുറവുണ്ടല്ലോ അല്ലേ? പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഡോക്ടർ, ഇവക്ക് ഭയങ്കര പേടി. എന്തൊരു പേടി? ഇതൊക്കെ എല്ലാ പെണ്ണുകൾക്കും സംഭവിക്കണല്ലേ? അതല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കണ ഇവക്ക് പേടിയാണ്. അതൊരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ പ്രൈവറ്റിലൊന്നും കാണിക്കും. അയ്യോ, അതെനിക്ക് പേടിയാണ്. അതാണ്. അത് ഒരുപാട് പൈസ പോകില്ലേ സുഹൃത്തെ? പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഒക്കെ മെഡിസിൻ കഴിഞ്ഞ ഡോക്ടർമാരാണ്. ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ. പിന്നെന്താ? അതാണ് അത് ഞാൻ പറഞ്ഞു. ഇവളുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇവള് കേൾക്കണില്ല. പെയിൻ ഉണ്ടോ? ഇല്ല. ഭക്ഷണം കഴിക്കുന്നില്ലേ നല്ലോണം? പിന്നെന്താ ആകെ ഒരു വിളർച്ച, രക്തക്കുറവുണ്ട്. റെസ്റ്റ് എടുക്കുന്നുണ്ടോ? വീട്ടില്? റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ എടുപ്പിക്കാറുണ്ട് റെസ്റ്റ്. പിന്നെ എന്ത് പറ്റി? ആകെ ഒരു വീക്കം ഉണ്ടല്ലോ. വീക്കം അത് വെച്ച് വരുന്നതാണ്. വീക്കം വെച്ച് വരുന്നതാണ്. ഡെയിലി ചെല്ലുന്തോറും വീക്കം വെച്ച് വരുന്നു ഡോക്ടറെ. എന്തെങ്കിലും വിഷമമുണ്ടോ മോക്ക്? കുറച്ച് നാളായിട്ടുള്ള വിഷമാ. പറ. ഞാൻ ഏട്ടനോട് ഇന്ത്യൻ കോഫീസിലെ മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങി തന്നില്ല. എന്തായാലും വലുതാ. മസാല ദോശ അല്ലേ ചോദിച്ചുള്ളൂ, അത് വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതെ, ഭാര്യമാര് ഗർഭിണിയായിട്ടിരിക്കുമ്പോ എന്തെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമറിയോ? പ്രസവിക്കണ കുട്ടികളെ എപ്പോഴും ഇങ്ങനെ തേനൊലിപ്പിച്ചോണ്ടിരിക്കുന്നില്ലേ? കണ്ടിട്ടില്ലേ കുട്ടികളെ? അങ്ങനെ വരും കേട്ടോ. അപ്പൊ അവിടെ വാങ്ങിച്ചു കൊടുക്ക്. ഞാൻ 3 എണ്ണം വാങ്ങിച്ചു കൊടുക്കാം ഡോക്ടറെ. 3 എണ്ണം ഒരുമിച്ച് കൊടുക്കരുത്. ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക്, ഒന്ന് വൈകിട്ട്, അങ്ങനെ കൊടുത്താൽ മതി. അതിന് സമയമുണ്ട്. അതിനൊക്കെ സമയമുണ്ട്. വിറ്റാമിന്റെ ഗുളികള് പുറത്തേക്ക് എഴുതുന്നുണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. ഡോക്ടർ ഇവിടെ ഇല്ല ഡോക്ടറെ. ഇവിടെ ഗുളികയൊന്നുമില്ല. ഇവിടെ 6 മാസം കൂടുമ്പോഴാണ് ഗുളിക വരിക. അതൊക്കെ വന്ന സമയത്ത് തന്നെ ആളുകൾ കൊണ്ടുപോകും ചെയ്യും. ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ശരി. അല്ല, വന്നതിന്റെ അന്ന് മുതൽ ഗുളികയൊന്നും കിട്ടിയിട്ടില്ല. ഇല്ലാത്തോണ്ടല്ലേ തരാത്ത്. ഉണ്ടാകാൻ കൊടുക്കില്ലേ സാർ? ഇവക്ക് ഈ പേടിയാണെന്ന് പറയുന്നോട്ടെ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ESI ആനുകൂല്യം കിട്ടുമോ? അത് കിട്ടില്ല. അതെങ്ങനെ കിട്ടുക? പ്രസവത്തിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് നോക്കാം, അത്രേ ഉള്ളൂ. ഇത് പേടിക്കാനൊന്നുമില്ല. ഇത് എന്താണ് വിഷയം? നിങ്ങൾ പോയിട്ട് പോയി. അതല്ല ഡോക്ടർ, എനിക്ക് വല്ലാത്ത സങ്കടം. ഒന്നുമില്ല കേട്ടോ. ചെല്ല്. ഡേറ്റ് ആവുന്ന സമയത്ത് വന്നാൽ മതി കേട്ടോ. ടെൻഷൻ ഡോക്ടർ. എന്തിന്? എന്താണെന്നറിയോ? പേടിക്കുന്നു വേണ്ട കേട്ടോ. ശരി, പോയിട്ട് വാ കേട്ടോ. ഇപ്പൊ കറിഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ കാണാൻ വേണ്ടി ഇരിക്കാണ് ഞാൻ. എന്തൊക്കെയോ മരുന്നുകളാണ് വന്നത്. അപ്പൊ ഓർഡർ ചെയ്തത് നീയല്ലേ? സാറല്ലേ MBBS? സാർ ഓർഡർ ചെയ്ത മരുന്നുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഏതൊക്കെ മരുന്നുകളാണ് വന്നത്? നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്താണ്. അതിനെന്താണ് കുഴപ്പം? മരുന്ന് കേടുവരില്ലല്ലോ. നമുക്ക് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തിട്ട് കമ്മീഷൻ മേടിക്കാലോ. എന്നിട്ട് വേണം ആളുകളൊക്കെ പാടെ വന്നിട്ട് തല്ലി പൊളിക്കാൻ. നിനക്ക് കുഴപ്പമില്ല, ഞാനാണ് ഡോക്ടർ. സാറ് എഴുതിയ മരുന്നുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മേഡം എഴുതിയ മരുന്നുകൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ നമുക്ക് കാശില്ലാന്നാണ് പറയുന്നത്. ഫണ്ടില്ല.
നാളെ കൊല്ലത്ത് ഏതോ ഒരു ചെറിയ ഡിസ്പെൻസറി തുടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങാനല്ല അതിന് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് 20 ലക്ഷമാണ് പൊടിച്ചത്. അത് മന്ത്രിമാര് വരണ ചടങ്ങിനൊക്കെ അവർ കാശ് ചെലവാക്കും. പാവങ്ങളുടെ കാര്യമൊന്നും അവർക്ക് അറിയണ്ടല്ലോ. അതുകൊണ്ടല്ലേ. പിന്നെ സാർ എന്തിനാണ് പേടിക്കണത്? വരണവർക്ക് മുഴുവൻ പാരസെറ്റമോൾ എഴുതി കൊടുക്ക്. കൈ നിറം ഗുളിക കിട്ടുമ്പോൾ അവർ മുണ്ടാട്ട പൊക്കോളൂ. ഏത് എഴുതണം ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. അല്ല ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാനാണ്, നീയല്ല. അതാ വരുന്നുണ്ട് ഗുളിക തിന്നാൻ. ശരി, വരൂ, ഇരിക്കൂ. എന്താ അസുഖം? ശ്വാസം മുട്ടാൻ ഡോക്ടർ, കണ്ടറിയാൻ പാടില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കും. നിങ്ങളല്ലല്ലോ ഡോക്ടർ ഞാനല്ലേ. എനിക്കറിയാം എന്താ അസുഖം. ഈ വലിവ് ശ്വാസം മുട്ടലിന്റെ മാത്രമല്ല, പല രോഗങ്ങൾക്കും വലിവുണ്ടാവും കേട്ടോ. വലിച്ചുപിടി. ഒന്നുകൂടെ വലിച്ചുപിടി. നല്ല വലിച്ചുപിടി. എന്താ തോന്നുന്നു ഇപ്പോ? പറയൂ. സാറേ, ശ്വാസം മുട്ടുകൊണ്ട് പറയാൻ പറ്റൂല സാറേ. സുഹൃത്തെ, രോഗി വേണം എന്താണ് അസുഖം എന്ന് പറയാൻ കേട്ടോ. രോഗി പറയൂ, ഞാൻ പറയിപ്പിച്ചു. എപ്പോ തുടങ്ങിയത്? 4 ദിവസമായി സാർ. സുഹൃത്ത, മരുന്ന് കൊടുക്ക്. മരുന്ന് വായിച്ചോളൂ കേട്ടോ. സാർ. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കരുത്. കഴിച്ചാൽ മതി കേട്ടോ, പോയിക്കോളെ. സാറേ, ഇത് കഴിഞ്ഞ ആഴ്ച തന്ന മരുന്നല്ലേ? ഇവിടെ ഉള്ള ഗുളികല്ലേ ഞങ്ങൾക്ക് തരാൻ പറ്റൂ. ഇത് തന്നെയാണ് കഴിപ്പിക്കേണ്ടത്. പിന്നല്ലാതെ ഇതൊന്നും ഇവിടെ വേണ്ട. എന്ത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഗുളിക നമുക്ക് എഴുതി തരാൻ പറ്റില്ല കേട്ടോ. എന്താണ്ടായി? നീയല്ലേ പറഞ്ഞ് ഏത് ഗുളിക വേണമെങ്കിലും ഏത് അസുഖത്തിന് എഴുതി കൊടുത്തോളാം. ഇപ്പൊ കണ്ടില്ലേ എറിഞ്ഞിട്ട് പോയത്? അതെ, നമ്മളെക്കാൾ വിവരമുണ്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക്. അവർക്ക് ഏത് അസുഖത്തിന് ഏത് ഗുളിക കഴിക്കണം നന്നായിട്ട് അറിയാം കേട്ടോ. ഇപ്പൊ മനസ്സിലായി? എന്ത് സാറൊക്കെ വിവരാണ് വന്നവർക്ക്. അതന്നെയാണ് പറയുന്നത്. ആരാ? എന്താ? ഞാൻ സത്യശീലൻ കാണാൻ വേണ്ടി സത്യശീലൻ ഡോക്ടറെയോ കാണാൻ വേണ്ടി വന്ന സാറില്ല? ഇന്ന് ഞാനില്ലേ? ആളുണ്ട്, ഇപ്പൊ അവിടെ ഇല്ല. സാറ് പുറത്തു പോയിരുന്നു. അല്ല, അതുകൊണ്ടില്ല. ഞാൻ കാത്തിനോട് ഞാൻ എന്താ കാര്യം എന്ന് പറയോ? ഒന്നുമില്ല. എന്താ ഈ കുഴിനകം കുത്തിയില്ലേ? കുഴിനകം കുഴിനഖം. അത് കാണിക്കാൻ വേണ്ടി അതും കൊണ്ട് ഞാൻ വേറെ കാര്യം ഉണ്ടതാ. വേറൊരു കാര്യം പറയാൻ മുമ്പിനടുത്ത്. സാറ് എപ്പോഴാ പറയണേന്ന് പറയാൻ പറ്റില്ല. കുഴിനഖം കാണിക്കാനാണെങ്കിൽ ഞാൻ നോക്കാം. അല്ല, കുഴിനകം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നമുള്ളതാണ്. അത് കാണിക്കണ അവിടെ കാണിക്കണ. എന്നാ വെയിറ്റ് ചെയ്തോ. നിങ്ങൾ പുതിയ അവിടെ പുതിയ ആളാ? അല്ലല്ല, പുതിയതല്ല. എന്താ പേര്? ശ്യാമള. എന്റെ പേര് കോശ എന്നാണ്. ഞാൻ ഇവിടെ ഇടക്കൊക്കെ വരാറുണ്ട്. എന്തിനാ ഇടക്കിടക്ക് വരണേ? അല്ല, അത് എന്തിനൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറയാനേ. പിക്കാസില്ലേ, മണ്ണ് വെട്ടണ പിക്കാസില്ലേ, അത് ഉണ്ടാക്കണ കമ്പനിയിലെ പണി. ആയിക്കോട്ടെ. അപ്പൊ അതിനിങ്ങനെ എന്തിനൊക്കെ അപകടം ഒക്കെ ഉണ്ടാവുമല്ലോ. അപകടം പറ്റോ? എപ്പോഴല്ല, എന്തിനാ ആവശ്യം വരുമ്പോ എന്തിനും പറ്റും. അപ്പൊ അങ്ങനെ വന്ന് കാണിക്കുന്ന മൂപ്പനാകുമ്പോ ഒക്കെ ശരിയാക്കി തരാറുണ്ട്. അങ്ങനെ വരാറുണ്ട്. എവിടെ വീട്? താമസം എവിടെ? കൊട്ടാരക്കര. കൊട്ടാരക്കര. അപ്പൊ നല്ല ദൂരം തന്നെ. ഇങ്ങനെ ദിവസം പോയി വന്നെ അല്ല. ഇവിടെ എവിടെ താമസിക്കണേ? എന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട്? അല്ല, ചോദിച്ചാ നമ്മളൊരു പഞ്ചത്തിന് വേണ്ടി ചോദിച്ചൊന്നല്ല. പരമൊന്നും വരുന്നട്ടാ. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചല്ലോ. പഞ്ചോനെ വെറുതെ. നമ്മുടെ ഞാനോട് ചോദിച്ചാ കംപ്ലീറ്റ് കാര്യങ്ങള്. ഒന്നുമില്ല. ഞാനേ അല്ല, ഞാൻ മൂപ്പിനടുത്ത് വന്നപ്പോ ഓരോന്ന് സംസാരിച്ചു. എന്താ ഈ കഴിഞ്ഞ മുകളിലേ കുഴിനകം കുത്തിന്ന്. എന്താ കുഴിനകം കുത്തി? കഴിഞ്ഞ മുകളിൽ കുഴിനകം കുത്തി പഴുത്തണ്ടേ? കുഴിനകം പഴുത്തണ്ട്. നോക്കട്ടെ. അഴിക്കത് അഴിക്കേ. എന്തിനാ അഴിക്കട്ടെ, നോക്കണ്ടത്. അതും കുഴപ്പമില്ല. ഞാൻ ഇതേ 4 ലീവ് ആവശ്യമില്ലാതെ അതിന്റെ ആവശ്യത്തിനായിട്ടും ഞാൻ അയക്കേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞ ഇത് കുഴിനകല്ല, കുഴിനകം കുത്തിയതല്ല. ഇത് നമ്മുടെ വീട്ടിന് പെങ്ങളുടെ കല്യാണ. അപ്പൊ എന്താ വെച്ചാൽ വീടിന്റെ മുമ്പിൽ കൂടെ ഒരു ഇപ്പൊ ഈ സമയം നോക്കിട്ട് കേബിൾ പോകുന്നില്ലോ. എന്താണ് കേബിള്? അതിന് അവിടെ ഈ ചാലി കീരി അത് കുഴിയാക്കിയ
കുഞ്ഞാക്കിയപ്പോ അവര് 12 മണിക്കാണ് വന്ന് പെങ്ങളുടെ കല്യാണം 12 മണിക്കാണ് വന്ന് പറഞ്ഞാൽ വണ്ടി കയറില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 സ്നേഹം അവിടെ പണ്ടിട്ട് ഞാൻ 2 സ്നേഹം നടന്നു. ഇതൊന്ന് വണ്ടി കയറിക്കോട്ടെ ഞാൻ ഈ സ്നേഹം അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നാലും സ്നേഹത്തിന്റെ ഇടയിൽ കൈമൻ അതൊന്നും പറയാനാകം തങ്ങുന്നു മുന്നിയായി. നിനക്കിപ്പോ എന്താ വേണ്ടത്? 15 ലീവ് ലീവേ 5 ദിവസത്തെ ലീവിന്റെ 15 ദിവസത്തിന് ലീവ് കിട്ടില്ല. എന്താ ഞാനെന്ത് പറ്റാ അതിപ്പോ കോയാ ഈ സ്ലാബിന്റെ അടിയിൽ വിരല് പെട്ടുവെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ലീവിലുള്ള സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അന്ന് താനെ അത് അങ്ങനെ പറയണ്ട. പക്ഷെ കമ്പനിയിൽ എന്തെങ്കിലും അപകടം പറ്റണം എന്നാ കുഴപ്പമില്ല. ഇതിപ്പോ പറ്റിയപ്പോ ഞാൻ നമ്മുടെ കമ്പനിയിൽ എന്നിട്ട് ഞാൻ ഫോർമാനായിട്ട് സംസാരിച്ചു. നമ്മുടെ കമ്പനി ഫോർമാനായി ഞാൻ സംസാരിച്ചിട്ട് മുമ്പിനോട് വന്നു. കയ്യിന്റെ മോളിൽ ഇങ്ങനെ പറ്റിന്റെ പെങ്ങളുടെ കല്യാണാണ്, ഒരു 10-15 ദിവസമൊക്കെ ലീവ് വേണമെന്ന് പറഞ്ഞു. 15 ദിവസം നമ്മള് തമ്മില് ഇതിന് മുമ്പ് നീ എടുത്തില്ലേ? അതിപ്പോ നമ്മള് ഇതൊന്നും കാണിച്ചിട്ടല്ലേ തന്നല് വേദനല്ലേ, തന്നല് വേദന പറഞ്ഞിട്ടേ നടുവേദന പറഞ്ഞിട്ടല്ലേ ഞാൻ. അന്നെന്തായിരുന്നു കേസ്? അമ്മായിയുടെ മോളിലെ കല്യാണം. പറയണു. അപ്പൊ അതിന്റെ മുമ്പത്തെ മാസം എടുത്തതോ? 9 മാസം വലിയപ്പോ വലിച്ചില്ലേ. ശരി ശരി, നിനക്ക് എത്ര ദിവസം വേണം? ഇപ്പൊ ഞാൻ കണ്ടിന് ഞാൻ എന്താ വെച്ചാല് കമ്പനിയിൽ പോയിട്ട് ഫോർമേനെ കൊണ്ട് എന്താ കയ്യിന്റെ മുകളിൽ ആമന് അടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു അപേക്ഷ അതാണ് ഇപ്പൊ തന്നേക്കുന്നത്. അപ്പൊ സ്ലാബിന്റെ അടിയിൽ വിട്ടു പറഞ്ഞു. അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് സത്യം പറഞ്ഞല്ലോ ഡോക്ടറെ, എന്താ ഈ പറയുന്നത്? ഇങ്ങോട്ട് നമ്മള് തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് പറഞ്ഞല്ലേ. നിനക്കിപ്പോ എത്ര ദിവസത്തിന് വേണം പറയും? 15 ദിവസം കിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ ഞാനൊരു 7 ദിവസം എഴുതി തരാം. 15 ദിവസം പറ്റില്ല പറഞ്ഞ നിന്നോട്. കാര്യം ചെയ്യും, നീ പോയിക്കോ. ശരിയാവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പെങ്ങളെ കല്യാണം ഞാൻ അല്ലാണ്ട് ഞാൻ മതിയോ? നീ ഇത് വെറുതെ കല്യാണം മരണം പറഞ്ഞിട്ട് വരുവോ? ഇപ്പൊ വേറെ ഏതെങ്കിലും പറഞ്ഞു വരുവോ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രസവത്തിന്റെ ലീവ് ഉണ്ടാവും. കാരണം ഉമ്മ ഒറ്റക്കാൻ വീട്ടില്ല, അവർക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്ക്? മകേ ഈ പെങ്ങന്മാര് ആരേലും പെങ്ങന്മാരല്ലേ താരം ഇത് മാസം പ്രസവമായിട്ട് വീട്ടിലേക്ക് വരിക. അവിടെ ഈ ഇല കുത്തിപ്പീലും ഇടിക്കലും മരുന്ന് പച്ചമരുന്ന് കൊടുക്കല് കംപ്ലീറ്റ് പരിപാടി ഇന്നേ. പിന്നെ നീ ജോലിക്ക് പോകണം എപ്പോഴാണ്? ജോലിക്ക് ഞാൻ അങ്ങനെയൊന്നും ഇല്ല, നമുക്കിപ്പോ ഇവിടുന്ന് ലീവ് കിട്ടുന്ന കാരണമാണ്. അല്ലാതെ ഇപ്പൊ ഇതൊക്കെ നടക്കുമോ? അപ്പൊ അവരിങ്ങനെ പറഞ്ഞ ആലിയന്മാര് ഈ പറഞ്ഞമാര് ഇവിടുത്തെ എല്ലാവരും ഇവിടെ എന്റെ നാട്ടിൽ തന്നെ ജോലി. ഇനി ഇപ്പൊ അടുത്ത വർഷം മുതൽ അത്ര വലിയ അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല വീട്ടിൽ. ഞാൻ ഇതൊക്കെ എല്ലാവർക്കും വിസ എടുത്ത് ഗൾഫിലേക്ക് വന്നേക്കാം. നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല. ഗൾഫിലേക്ക് പറഞ്ഞേക്കാണ്. നിങ്ങളെ ഇതൊന്നും എത്രയും പെട്ടെന്ന് ഒന്നും ശരിയാക്കി തന്നെ. ഇതൊന്നും പറ്റില്ല. വേണ്ട. പെങ്ങളുടെ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 7 ദിവസം എഴുതി തരാം. എന്ത് മാറ്റാനേ പറഞ്ഞ 15. ഞങ്ങള് പരിചയക്കാരനാ. ഇത് എന്താ കുഴപ്പറിയോ? നമ്മളിത് ഈ ആവശ്യമില്ലാതെ ഓരോന്നും ലീവ് എടുത്തു കഴിഞ്ഞാലേ ഇത് ഇൻസ്പെക്ഷൻ വരുമ്പോ കുടുങ്ങി പോകും. ഞാനാണ് ഞാൻ അവിടെ ഞാൻ ജോലിക്ക് നിൽക്കുന്നത്. ഏകദേശം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, പക്ഷെ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അതാണ് വേണ്ട, ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്നല്ലോ. പിന്നെ ശരി, സീല് വെച്ചിട്ടോ. സീല് ഇത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? വളരെ സന്തോഷം. അപ്പൊ എന്നാണ് അതെ നമ്മുടെ ഈ പരിചയത്തിന്റെ മുകളിൽ സ്ഥലം പേരൊക്കെ ചോദിച്ചൊന്നും കേട്ടോ, ഒന്നും തോന്നണ്ട. ആയിക്കോട്ടെ. എന്താണ് വർഗീസിന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നാണ്. വർഗീസിന്റെ മെഡിക്കൽ സ്റ്റോർ? ഞാൻ അങ്ങോട്ട് പോകുമ്പോ തരാണല്ലോ. എന്തിനാ നിന്റെ അടുത്ത് തന്നത്? വാസം ഒരുപാട് മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ സുഗത, ഒരു ചെലവ് വരാൻ പോണ്ട്. സാർക്ക് പ്രൊമോഷൻ കിട്ടിയ? എനിക്ക് പ്രൊമോഷൻ അല്ല, ശ്യാമളമ്മയുടെ അമേരിക്ക പോവാണ്. അമേരിക്ക പോവാണ്? അല്ല സാറേ, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഏത് നല്ല സാധനം അമേരിക്കയിൽ ഉണ്ടാവുക? കൊണ്ടുവരാൻ പറയാനാണേ. അത് ഇവിടെ പോണന്റെ വല്ല ചെലവും വായിച്ചോ, അല്ലാണ്ട് അവിടെ വരുമ്പോ ഒന്നും കിട്ടില്ല. അവിടെ ഇപ്പൊ വലിയ കാര്യമായിട്ടൊന്നും കിട്ടണില്ലാന്നേ. എന്ത്? അവിടെ അമേരിക്കയിൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, ഒന്നും കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞു. എന്തോന്നും കിട്ടില്ല. കൊല്ലം പോണ പോലെയാണ് പറഞ്ഞത്. ആദ്യമായിട്ടൊരു അവസരം, ആദ്യമായിട്ട് പോവാണ്. പോയി വരട്ടെ. എന്താണ്? ഇന്നലെ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. ആർക്ക്? അച്ഛന്. അതിന് അപ്പൊ ഹാർട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ അവിടുന്ന് പറഞ്ഞ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കത്ത് വാങ്ങിച്ചുകൊണ്ട് പോകണം, ഇല്ലെങ്കിൽ ചികിത്സയുടെ പൈസ മുഴുവൻ നമ്മൾ കൈ നടക്കണമെന്ന് പറഞ്ഞു. വീട് എവിടെയാണ്? വീട് താങ്ങിമൂട്. താന്നിമൂടോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു പ്രസ് ഉണ്ട്, അവിടുത്തെ അച്ചടിക്കാൻ പ്രിന്റിങ്ങിന്റെ അതിന് നിൽക്കുകയാണ്. പ്രിന്റിംഗ് പ്രസ്സിലെ ആളാണ്, ജോലിയാണ്. അച്ഛൻ സീരിയസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫറൻസ് വേണം. അപ്പൊ അവിടുന്ന് പറഞ്ഞ് ഈ റെഫറൻസ് ഇല്ലെങ്കിൽ പൈസ മുഴുവൻ നമ്മൾ കൈ നടക്കണമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അത് 72 മണിക്കൂറിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി.
കേട്ടോ. ഇപ്പൊ 12 മണിക്കൂറായി സാറേ. അതെ, ഇനി സമയമുണ്ടല്ലോ. 72 മണിക്കൂറിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെലവ് വരുന്നുണ്ടോ അത് നമ്മൾ ഇവിടുന്ന് കൊടുക്കും. പക്ഷെ അച്ഛൻ സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞാലും പറ്റില്ല, ഇതിന് ഒരുപാട് പണികളുണ്ട്. അല്ല സാറേ, അത് സാറ് ചെയ്തു തന്നാ മതിയല്ലോ. അതേന്ന് അത് ചെയ്തു തരാൻ തന്നെ പറയണേ. നിങ്ങൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. അച്ഛൻ സീരിയസ് ആയതുകൊണ്ടാണ് സാറേ ഞാൻ ഇത്. നിങ്ങൾ എവിടുന്ന വരുന്നത്? താന്നിമൂട്. നിങ്ങൾ ആദ്യം താനുമൂട് പോയിട്ട് ESI ഡിസ്പെൻസറി പോയിട്ട് ഡോക്ടറെ കാണണം. എന്നിട്ട് IMOയുടെ കയ്യിൽ നിന്ന് ലെറ്റർ മേടിച്ചിട്ട് ഇവിടെ വരണം. സാറേ, ആ ഡിസ്പെൻസറി ഒരാഴ്ചയായി പൂട്ടി കിടക്കാ. നിങ്ങൾ എന്തിനാണ് ESI പോണത്? ഓഫീസറെ ചെന്ന് കാണേണ്ട പോലെ കാണും, അപ്പൊ കാര്യങ്ങൾ നടക്കും. അല്ല, അത് സാറ് വിചാരിച്ചതൊന്ന് ശരിയാക്കി തന്നൂടെ? ഞാൻ വിചാരിച്ച എങ്ങനെ ശരിയാവണത്? എനിക്ക് ലെറ്റർ കിട്ടാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ഇപ്പൊ 12 മണിക്കൂറായി, അച്ഛൻ സീരിയസ് ആണ്. അതാണ് പറഞ്ഞ് സമയം കളയണ്ട, വേഗം പോയിട്ട് മേടിച്ചിട്ട് വരും. ഇപ്പൊ തന്നെ സമയം കുറേ. ഇനി വെറുതെ ഇവിടെ ഒന്ന് സമയം കളയണ്ട കേട്ടോ. പോയിട്ട് വരി. സീരിയസ് ആയതുകൊണ്ടാണല്ലേ ഞാൻ പറഞ്ഞത്. എന്താണത്? അച്ഛന് സീരിയസ് ആയിട്ട് കാര്യമില്ല, മകന് സീരിയസ് ആവണം, എന്നാ കാര്യങ്ങൾ നടക്കും. അല്ല സാറേ? അതെ, ഒരു സീരിയസ് ഇല്ല അവന്. എന്താണ് 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 എന്താ കാര്യം? എന്താ കാര്യം പറയൂ. കരല്ലേ കരല്ലേ, അത് മൂലക്കുരുണ്ടി ആവും, കുഴപ്പമില്ല. സുഗത, അതെ, ഇയാൾക്ക് എന്താ ബ്ലീഡിംഗ് ഉണ്ട് പെട്ടെന്ന്? എന്നാ അവിടെ ഇരിക്കും, ഒരു ഭാഗത്ത് ഇരിക്കും. എന്താ കാര്യം പറയേ? വൈഫിന് ബ്ലീഡിങ്. എന്നാ പെട്ടെന്ന് കൊണ്ടുവരേ. അവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതിന് മുമ്പ് ചേച്ചിയൊക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ട്. പിന്നെ എന്തിനാ നിങ്ങൾ കിടന്ന് കരയണത്? അവർ അവിടെ പ്രസവിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. അല്ല, അവിടെ 20,000 രൂപ വേണമെന്നാണ് അവര് പറഞ്ഞത്. 20,000 പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊടുക്കേണ്ടി വരും. എന്റെ ഇല്ല, പൈസ എന്റെ. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. പൈസ എന്റെ ഇല്ല. ഇങ്ങോട്ട് കൊണ്ടുപോവാ സുഹൃത്തെ. അവിടെ നിന്ന് അനങ്ങരുന്നല്ലേ ഡോക്ടർ പറഞ്ഞേക്കണേ. ഇത് എല്ലാം നിങ്ങൾ പറഞ്ഞ എങ്ങനെയാണ്? ഒന്നുകിൽ അവിടെ ഭാര്യയെ പ്രസവിക്കാൻ അത് പറ്റൂല. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇങ്ങോട്ട് കൊണ്ടുപോരാ, അനങ്ങരുന്ന് പറഞ്ഞ ഞാൻ ചെയ്യും. കാളെ വിടുക കയർ വിടുക എന്ന് പറഞ്ഞ കാര്യം എങ്ങനെ നടക്കുക? ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്, എന്നിട്ട് ആലോചിക്കുക എന്താ ചെയ്യേണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടറെ? നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പ്രസവിക്കുകയാണെങ്കിൽ പൈസ ഒന്നും കിട്ടില്ല. കിട്ടില്ല, ആനുകൂല്യം ഒന്നും കിട്ടില്ല. എന്തൊരു കഷ്ടമാണ്. ഒന്നും പേടിക്കണ്ട, നമുക്ക് പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും നിങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റും. നമ്മുടെ ആംബുലൻസിന്റെ എവിടെ റെഡിയല്ലേ? എന്നാ പിന്നെ ആംബുലൻസ് വിട്ടു കൊടുക്കും കേട്ടോ. നിങ്ങൾ ആംബുലൻസിൽ കൊണ്ട് പൊക്കോ, വേണമെങ്കിൽ സുഗതനെ വിളിച്ചോ. സാറ് വിളിച്ചു പറയോ ഡിസ്ചാർജ് ചെയ്തേരെ? ഡിസ്ചാർജ് ചെയ്തേരെ? അല്ല, അതൊക്കെ അവര് ചെയ്യണം. അവര് ചെയ്യോ? സുഗതനോടെ കൂട്ടിക്കോ. സുഗതനെ ഒരു 100-250 റുപ്യ കൊടുത്താൽ മതി സുഗതന്. അയ്യോ, ഞാൻ തരൂല, ഞാൻ തരൂല. എന്റെ ഇല്ല, നിനക്ക് അതിനുള്ള യോഗമില്ല. എന്റെ ഇല്ല. എന്തായാലും പെട്ടുപോയില്ലേ, മനസാക്ഷി ഒന്നുണ്ടല്ലോ. ഞാൻ വന്നിട്ട് ശരിയാക്കാം, നടക്കാം. ചെല്ല് ചെല്ല്. എന്റെ കഷ്ടകാലം എനിക്കിങ്ങനെയാണ് കിട്ടണവരൊക്കെ. ശരി ശരി. എന്താ എന്താണ്? അച്ഛന് അറ്റാക്ക് ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാ. ഡിസ്പെൻസറിയുടെ ലെറ്റർ വേണമെന്ന് പറയും ഡോക്ടറെ. അതെന്താ അറിയോ? ഒരു കുഴപ്പമുണ്ട്. ഇതില് IMOയുടെ ലെറ്റർ വേണം. അല്ല, അതുണ്ട് സാർ, അത് ഇതിലുണ്ട്. IMOയുടെ ലെറ്റർ ഉണ്ട്. IMOയുടെ ലെറ്റർ വെച്ചിട്ടുണ്ട് സാർ, ഉണ്ട് സാർ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഡോക്ടർ കാര്യം ചെയ്യോ, ഒരു എൻടൈറ്റിൽമെന്റ് ലെറ്റർ എഴുതും കേട്ടോ. എൻടൈറ്റിൽമെന്റ് ലെറ്റർ ആ ഫയലിൽ ഇരിക്കണ്ട, ചുവന്ന ഫയലിലതാ എടുക്കി, എന്നിട്ട് അത് എഴുത്. സീരിയസ് ആണ് അച്ഛൻ. ഇത് എന്താ അറിയോ, പിന്നെ കോൺട്രിബ്യൂഷൻ, അതായത് നിങ്ങളുടെയും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെയും കൃത്യമായിട്ടുള്ള വിഹിതം ഇവിടെ അടയ്ക്കുന്നുണ്ടെന്ന് കാണിക്കണം. പിന്നെ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റിന് നിങ്ങൾ അർഹനാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണത്. ഡോക്ടർ ഒന്ന് പെട്ടെന്ന് എഴുതാ ഡോക്ടറെ. നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ? അച്ഛൻ സീരിയസ് ആയതുകൊണ്ടാണ്. ലോക്കൽ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടി നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് വരേണ്ടി വരും. റേഷൻ കാർഡിന്റെ കോപ്പി ഒക്കെ എടുത്തിട്ടുണ്ടോ? ഒറിജിനൽ ഉണ്ട്, കോപ്പി ഉണ്ട്. കൊടുക്ക്. നോക്കട്ടെ. അച്ഛൻ സീരിയസ് ആയതുകൊണ്ടാണ്. ഇതിനകത്ത് നിങ്ങളുടെ അച്ഛന്റെ പേരില്ലല്ലോ. എന്താണ്? അച്ഛന്റെ പേരില്ല ഇതിനകത്ത്. അച്ഛന്റെ പേര് ചേട്ടന്റെ കാർഡിലുണ്ട്. ചേട്ടന്റെ കാർഡിലുണ്ടായി എങ്ങനെ ശരിയാവണം? ഈ കാർഡിന്റെ പേര് വേണ്ടേ? അച്ഛന്റെ പേര് ESI കാർഡിലും സ്മാർട്ട് കാർഡിലും ഉണ്ട്. അതിൽ ഇതിലുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റേഷൻ കാർഡിൽ പേര് വേണം. അതുണ്ടോ? അത് ചേട്ടന്റെ റേഷൻ കാർഡിലുണ്ട്. പിന്നെ അതന്നെ ചേട്ടന്റെ കാർഡിലുണ്ടായിട്ട് കാര്യമില്ല, ഈ കാർഡിൽ വേണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ചേട്ടന്റെ കാർഡിലെ പേര് വെട്ടിയിട്ട് ഇതിൽ ചേർക്ക്. നിങ്ങൾ എന്താണ് ഡോക്ടറെ പറയണേ? ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ നമ്മുടെ ESI കാർഡിൽ എത്ര കുടുംബാംഗങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് അറിയാലോ. അത് നോക്കിയാ പോരെ? അത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങളത് നോക്കാത്തെ? അത് നോക്കിയിട്ട് അതുപോലെ പെട്ടെന്ന് അങ്ങനെ ചെയ്തു തരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനായിട്ടിരിക്കുക അല്ലേ? ഞങ്ങൾക്ക് രേഖകളില്ലാണ്ട് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, അതാണ് ഈ പറയണത്. എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ എന്റെ വിധം
ആരെ കണി കണ്ടാവും. അപ്പൊ നീ പോയില്ലേ അവന്റെ കൂടെ? എന്താ തിരിച്ചു കിടന്നെ പോകുന്നത്? എന്തൊരു മനുഷ്യനാണ്. എന്തേ? എന്നെ കണ്ട വഴിക്ക് പറഞ്ഞു നിങ്ങൾ വരണ്ട, പോയിക്കോളും എന്റെ 250 റുപ്യ തരാല്ല. അത് വാങ്ങിക്കണ്ടല്ലോ, നീ വാങ്ങിക്കില്ല പറഞ്ഞിട്ടല്ലേ പോയി. ഞാൻ പറഞ്ഞല്ലോ, മനസാക്ഷിയുടെ പേരിൽ ഞാൻ പറഞ്ഞു 10ന്റെ പൈസ വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ അറിയാം, ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പോ അവന് വിശ്വാസം വരുന്നില്ല. എനിക്ക് അവനല്ല സംശയം, നിന്നെയാണ്. നീ ആംബുലൻസിലേക്ക് കയറാൻ നേരത്തെ അവനോട് വീണ്ടും പൈസ ചോദിച്ചിട്ടുണ്ടാവും. ഇത് തന്നെയാണ് അവന് തോന്നിയേക്കുന്നത്. പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് ഞാൻ വണ്ടിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നേരത്തെ അവനോട് ചോദിക്കുകയാണ് ഒരു 200 റുപ്യ കടം തരുമോ എന്ന്. വോട്ട് കമ്പനിയിൽ പണിക്ക് പോകണമല്ലോ അവൻ. അതെ, എന്തായാലും അവന്റെ കാശ് ഉണ്ടാവും, എനിക്ക് വല്ലത് കിട്ടുന്ന ഞാൻ കരുതി. ഇതും കൂടി കേട്ടാ പിന്നെ മനുഷ്യൻ നിൽക്കും അവിടെ. ഡ്രൈവറോട് വണ്ടി കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു ഞാനപ്പോ തന്നെ കിട്ടും. ആംബുലൻസിലെ ഡ്രൈവറിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞോ? പാവം, അവൻ ആരേനാവോ കണി കണ്ടു. 10ന്റെ പൈസ കിട്ടില്ല അവന്. അവന്റെ കൂടെ അല്ലേ പോയിരിക്കുന്നത്. അപ്പൊ ആ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി പോയിട്ടുണ്ടല്ലേ? വണ്ടി പോയിട്ടുണ്ട്. എന്റെ പൊന്നു സാറേ, ആ വണ്ടി വിട്ടുകൊടുക്കേണ്ടിയിരുന്നില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ ആ കൊച്ചിന് കൊടുക്കാൻ മരുന്നുണ്ടോ അവിടെ? ഒന്നുമില്ല, വെറുതെ തുറന്നു വെച്ചേക്കുന്ന ഒരു ആശുപത്രി. ഒരു ഇഞ്ചക്ഷൻ എടുപ്പിക്കണമെങ്കിൽ അതിനും കൂടി സൂചി പുറത്തുനിന്ന് ആളുകൾ കൊണ്ട് മേടിപ്പിക്കണം. വെറുതെ അല്ല ഇവിടെ വന്ന ആളുകൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പോണേ. ഉള്ള ഗുളിക കൊടുക്കാൻ തന്നെ കവർ പ്രിന്റ് ചെയ്ത് കിട്ടണമെന്നും പറഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, ഇനിയിപ്പോ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നേരെ വണ്ണ രോഗികളെ നോക്കാൻ ഒരു നല്ല ഡോക്ടർ വേണ്ടേ? അതുമില്ല. എണീക്ക്, 2 ചായ വാങ്ങിച്ചിട്ട് വാ. അതാണ് ഉള്ളത്. പറഞ്ഞ കഞ്ഞില്ല, ചായക്ക് ചായ. സാറാണ് ഞാൻ ഇത്രയും വളം വെച്ച് കൊടുക്കുന്നത് കേട്ടാ. സാറേ, ആ പ്രസവിച്ചു. ഭാര്യ പ്രസവിച്ചോ? എങ്ങനെട്ട്? കുഴപ്പമില്ലല്ലോ. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. വൈഫ് സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ട് കിടക്കുന്നു. ആണോ? അപ്പൊ ചെലവുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഏതായാലും പ്രസവിച്ചല്ലോ, അവിടെ തന്നെ കിടക്കട്ടെ, ഡിസ്ചാർജ് വാങ്ങിക്കണ്ട കേട്ടോ. അയ്യോ ഡോക്ടറെ, ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച്. ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ചെന്ന്. അപ്പൊ അവളെ പ്രസവവേദനയോട് ലേബർ റൂമിലോട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഡിസ്ചാർജ് എഴുതി വാങ്ങിപ്പിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമല്ല, എല്ലാ ഉത്തരവാദിത്വം നിങ്ങളുടെ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഏറ്റവും എനിക്ക് എന്റെ പെണ്ണിനെ ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവളെ വാങ്ങിച്ചോണ്ട് ഡോക്ടർ തന്ന ആംബുലൻസിൽ കയറ്റി വഴിയിൽ ഇങ്ങ് വന്നല്ല. വഴിയിൽ വന്നപ്പോ അവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു. ആ റെയിൽവേ ഗേറ്റ് അടച്ച് അപ്പൊ തന്നെ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോയി അവൾ പ്രസവിച്ചു. ആണോ? എന്തായാലും ഒരു ചെലവ് പോകേണ്ട കാര്യം നടന്നല്ലോ. എന്നാലും ഒന്നും നോക്കണ്ട, നേരെ വീട്ടിലേക്ക് വിട്ടോ. അപ്പൊ ഡോക്ടർ എന്റെ ആനുകൂല്യം എന്താ ആനുകൂല്യം? ESI ആനുകൂല്യം. അതിന് നമ്മൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് അവിടെ അല്ലേ? നിങ്ങൾ ആ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് നോക്ക്. സാർ എന്തുകൊണ്ട് സാറേ പറയണേ? ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിച്ചില്ലേ. അപ്പൊ അവിടെ നിന്നും കിട്ടില്ല. ഇവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടുന്ന് കിട്ടില്ല. അയ്യോ സാറേ, എനിക്ക് ഇവിടുന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന്? ഇപ്പൊ ഭാര്യ അവിടെയാണ് പ്രസവിച്ചതെങ്കിൽ അവിടെയുള്ള ചെലവുകളെല്ലാം നിങ്ങൾ അവിടെ അടച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ബില്ല് ഇവിടെ കൊണ്ടുവന്നാൽ കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടുമായിരുന്നു. അപ്പൊ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ തരായിരുന്നു. ഇല്ല, സാറ് പറഞ്ഞിട്ടല്ല ഞാൻ ഡിസ്ചാർജ് ചെയ്തേ. അതെ, പക്ഷെ ഡിസ്ചാർജ് ചെയ്ത അവിടുന്ന് പോന്നല്ലോ. ഇതിപ്പോ അവിടുന്ന് വിടും ചെയ്തു, ഇവിടേക്ക് എത്തും ചെയ്തിട്ടില്ല. സാറ് തന്നുവിട്ട ആംബുലൻസിലല്ല ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വേഗം വരാൻ വേണ്ടിയിട്ടില്ല നിനക്ക് ആംബുലൻസ് തന്നു വിട്ടത്. പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യായിരുന്നില്ലേ? പക്ഷെ വരുന്ന വഴിക്ക് റെയിൽവേ ഗേറ്റ് അടച്ചില്ലേ? അപ്പൊ റെയിൽവേ ആണ് പ്രശ്നം. തന്റെ ഭാര്യ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് പ്രസവിച്ചിരുന്നതെങ്കിൽ ആ കുട്ടിക്ക് വിമാനത്തിൽ സൗജന്യ യാത്രയാണ് ആയുഷ്കാലം മുഴുവൻ. ഇതിപ്പോ ആംബുലൻസിലായതുകൊണ്ട് അതും പറയാൻ വയ്യ. താനൊരു കാര്യം ചെയ്യും, എനിക്കറിയില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടോന്ന്. താൻ റെയിൽവേ ആയിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്ക്, ഒരു അപേക്ഷ കൊടുക്ക്. ന്യായം മായം